നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. വർണ്ണക്കാഴ്ചകളും ജീവിത പാഠങ്ങളും നിറഞ്ഞ ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. പുതിയ അനുഭവ പാഠങ്ങളുമായി കാത്തിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാർ. പോകാം അവരുടെ ലോകത്തിലേക്ക്. കാട്ടിലെ കൂട്ടുകാർ. അങ്ങനെ വെക്കേഷൻ ടൈം ഏകദേശം കഴിയാറായി. കളിയും ചിരിയൊക്കെ ആയിട്ടൊരു ഹാപ്പി വെക്കേഷൻ, സൂപ്പർ വെക്കേഷൻ. തീർച്ചയായും എനിക്ക് ചില നേട്ടങ്ങളൊക്കെ ഈ വെക്കേഷനിൽ ഉണ്ടായിട്ടുണ്ട്. ചില സാമ്പത്തിക നേട്ടങ്ങളെ തെളിച്ച് പറയന്റെ മോട്ടു. അതായത് ഈ വെക്കേഷന് ഞാൻ കുറച്ച് പണികളൊക്കെ ചെയ്ത് പണം ഉണ്ടാക്കി. ഞാനും കുറച്ച് പണമൊക്കെ ഉണ്ടാക്കിയിരുന്നു, പക്ഷെ അത് മുഴുവൻ ചെലവായി പോയി. അത് നേരാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, അനാവശ്യമായിട്ട് ഒറ്റ പൈസ ഞാൻ ചെലവാക്കിയില്ല. അതാ വേണ്ടത്. വെക്കേഷൻ ടൈമിൽ ഉണ്ടാക്കുന്ന പണം സ്കൂൾ തുറക്കുമ്പോൾ നമുക്ക് ബാഗോ കുടയോ പുസ്തകമോ ഒക്കെ വാങ്ങാലോ. തീർച്ചയായും അത് മാതാപിതാക്കൾക്കൊരു ആശ്വാസമാകുന്നേ. ആ പറഞ്ഞത് ശരിയാ. പിന്നെ ഞാൻ എന്റെ പണം ഉണ്ടല്ലോ കുടിക്കകത്ത് ഇട്ട് വെച്ചിരിക്കാ. വെരി ഗുഡ് മോട്ടു. എന്നാ മോട്ടു പീലി, ഞാനേ മെഡിക്കൽ ഷോപ്പ് വരെ പോകണം. നാളെ കാണാം കേട്ടോ. ബൈ. ഓക്കെ ഗംഭീരേ, നാളെ കാണാം. ഗംഭീര വെക്കേഷൻ ടൈമില് കൊറേ പണം ഉണ്ടാക്കിയിരുന്നു. അതൊക്കെ അവൻ ചെലവാക്കിയെന്ന് നമ്മളോട് പറഞ്ഞല്ലോ. മുഴുവൻ ഒന്നും ചെലവാക്കി കാണില്ലെന്നേ. ആളൊരു പിശുക്കനാ. നിന്റെ പെരുന്നാളാ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഗംഭീരേ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. മക്കളെ, ഈ ഗംഭീറിന്റെ പിറന്നാൾ നമ്മൾ വളരെ ചുരുങ്ങിയ ചെലവിൽ ആഘോഷിക്കുകയാണ്. നമുക്ക് ഈ ഗംഭീറിനെ മാതൃകയാക്കണം. കാരണം ഈ അധ്യയന വർഷത്തിൽ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കി ഉണ്ണിയപ്പം തന്ന് പിറന്നാൾ ആഘോഷിച്ചില്ലേ ഗംഭീർ? എന്നാലും സാറേ ഇത് ഗംഭീരമായി. ഗംഭീർ പിറന്നാളിന് നമ്മളെ വിളിച്ച് ഉണ്ണിയപ്പം തന്നില്ലേ? അങ്ങനെ അല്ല, ഗംഭീർ വെക്കേഷൻ ടൈമിൽ കുറച്ച് പണമൊക്കെ ഉണ്ടാക്കിയെന്നറിഞ്ഞു. അത് പിന്നെ സാറേ, ഞാൻ സ്കൂളിലേക്ക് കുറച്ച് പുസ്തകങ്ങളും പിന്നെ ഗൈഡും നോട്ടൊക്കെ വാങ്ങിയപ്പോ നമ്മുടെ പൈസ ചെലവായി പോയി. വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് പപ്പീസോ, എന്തിന്റെ വിശേഷം പപ്പീസേ? ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ കയ്യിൽ. സാറേ, ഇന്ന് എന്റെ ബർത്ത്ഡേയാ. ഇവിടെ ഞങ്ങൾ ബർത്ത്ഡേ ഗംഭീരമായി ആഘോഷിക്കുക. വാ, ഉണ്ണിയപ്പം കഴിക്കാം. അയ്യേ, ഉണ്ണിയപ്പോ ബർത്ത്ഡേക്കോ? അയ്യോ, എനിക്ക് നേരമില്ല സാറേ. വീട്ടിൽ ചെന്നിട്ട് വേണം കേക്കും ബിരിയാണിയും ചിക്കനൊക്കെ കഴിക്കാനായിട്ട്. സന്തോഷത്തിനൊരു ഉണ്ണിയപ്പം. അയ്യോ സാറേ, എനിക്ക് ഒട്ടും നേരമില്ല. ഉണ്ണിയപ്പല്ലേ? ഓ, കഷ്ടം തന്നെ ഈ പപ്പീസിന്റെ കാര്യം. മക്കളെ, ഈ പിറന്നാൾ ആഘോഷത്തിന് മാറ്റുകൂട്ടാൻ ഒരു പാട്ട് പാടണമല്ലോ. ആരാ നമ്മുടെ പാട്ടുകാരൻ? ഗംഭീർ തന്നെ. ഗംഭീർ ഒരു പാട്ട് പാടും. ആനന്ദം പരമാനന്ദമാണ് എന്റെ കുടുംബം,
ആനന്ദം പരമാനന്ദമണെന്റെ കുടുംബം. കേക്കണേ കേക്കണേ എന്റെ ലോകര് കൂട്ടോ, കേക്കണേ കേക്കണേ എന്റെ ലോകര് കൂട്ടോ. അപ്പോ ഇത്തവണ പപ്പീസിന്റെ പിറന്നാൾ ഗംഭീരമായി ആഘോഷിച്ചു അല്ലേ? ഒന്നും പറയണ്ട എന്റെ സാറേ, ആകെ സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. ആ സമയത്താ പിറന്നാളെന്നൊക്കെ പറഞ്ഞ് പപ്പീസ്. അതൊക്കെ സാധാരണയല്ലേ? അല്ല സാറേ, ഇപ്പൊ സ്കൂൾ തുറക്കുന്ന സമയം കൂടിയല്ലേ, പണത്തിന് വല്ലാത്ത പ്രയാസ. എന്നാലും ഇതൊക്കെ പിള്ളേരുടെ ഒരു സന്തോഷല്ലേ? അതാ സാറേ ഞാനും വിചാരിച്ചത്. ഇനി സ്കൂൾ തുറക്കുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് ശരിയാ. പുസ്തകം, കുട, ബാഗ്, യൂണിഫോം ഒരുപാട് പൈസയാകും. അതാ സാറേ ഇനി ടെൻഷൻ. അതിനു വേണ്ടിയുള്ള പരക്കം പാച്ചില. വിഷമിക്കാതെ, എന്തെങ്കിലും ഒക്കെ വഴി തെളിയുമെന്നേ. മനസ്സമാധാനായിട്ട് ഉറങ്ങിയിട്ട് നാളുകളായി സാറേ. വീട് പണിതതിന്റെ ബാങ്ക് ലോൺ, അതുകൂടാതെ കുറെ കടബാധ്യതകള്. ഒന്നും പറയണ്ട എന്റെ സാറേ. ഒക്കെ ദൈവം കാണുന്നുണ്ട്. എല്ലാത്തിനും ദൈവം ഒരു പരിഹാരം കാണും. അതേ ഉള്ളൊരു ആശ്വാസം. ഞാൻ ബാങ്കിലേക്കാ. അപ്പൊ ശരി, പിന്നെ കാണാം. എന്നാ ശരി സാറേ. അമ്മേ, ദേ ഞാൻ പറഞ്ഞില്ലേ സ്കൂൾ തുറക്കുകയാണെന്ന്. സാധനങ്ങൾ വാങ്ങാനുള്ള പണം എനിക്ക് ഇപ്പൊ തന്നെ തരണം. മോനെ, എന്റെ കയ്യിൽ ഒരു കാശുമില്ല. ബർത്ത്ഡേക്ക് തന്നെ പണം കടം വാങ്ങിയതാ. എനിക്ക് ഒന്നും കേൾക്കണ്ട, എനിക്ക് പണം വേണം ഇപ്പൊ തന്നെ. ഇത് വലിയ കഷ്ടമായല്ലോ. സ്കൂൾ തുറക്കാൻ ഇനിയും ദിവസമില്ലേ? എനിക്ക് ബാഗ് വാങ്ങണം, പുസ്തകം കൊട ഒക്കെ ഇന്ന് തന്നെ വാങ്ങണം. ഓ, ഞാൻ എവിടെ നേരത്തെ ഇന്ന് തന്നെ തരുന്നത്? എവിടുന്ന് തന്നാലും വേണ്ടില്ല, എനിക്ക് പണം വേണമെന്ന് പറഞ്ഞില്ലേ? എന്റെ ദൈവമേ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഇനിയിപ്പൊ പണം കൊടുത്തില്ലെങ്കിൽ അത് മതി. ഇനിയിപ്പം പശുവിന്റെ പാല് വിറ്റിട്ടെങ്കിലും പൈസ ഉണ്ടാക്കണം. അപ്പൊ പപ്പീസിന്റെ പിറന്നാളിന് വാങ്ങിയ സ്വീറ്റ്സ് ഇതുവരെ തീർന്നിണ്ടായിരുന്നില്ലേ? അതൊക്കെ എപ്പോഴേ തീർന്നു. ഇത് പുതിയതല്ലേ, നല്ല ഫ്രഷ് ഒന്നാം തരം. എന്നാലും ഞാൻ എന്റെ പിറന്നാളിന് പപ്പീസിനോട് പറഞ്ഞതല്ലേ ഉണ്ണിയപ്പം എടുക്കാൻ. അതൊന്നും ഒരു വലിയ പ്രശ്നമില്ലെന്നേ. നോ പ്രോബ്ലം. ഗംഭീര ഇത് കഴിക്കും. അതാണ് കാശിന് കുറച്ച് ടൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഉണ്ണിയപ്പത്തിൽ ഒതുക്കിയത്. അറിയാം അറിയാം. എന്റെ കയ്യിൽ ക്യാഷ് ഇഷ്ടം പോലെ, പിന്നെ ഞാൻ എന്തിനു പിശുക്കണം? പപ്പീസേ, ഞാൻ കുറച്ച് കാശ് വെക്കേഷനിൽ പണിയെടുത്തിട്ടുണ്ടാക്കി. അതിന് ചെറിയൊരു ചെലവ് അത്രയ്ക്ക് ഉണ്ടായിരുന്നു. പപ്പീസിന് എവിടുന്ന് ഇത്രമാത്രം പണം? ഞാൻ സ്വരൂപിച്ചുണ്ടാക്കിയ പണം. ഓ, മോട്ടുവിനെ പോലെ അല്ലേ? മോട്ടുവിനെ പോലെയോ എന്നുവെച്ചാൽ എന്താ? അത് മോട്ടു ഒരു കൊടുക്കെന്നറിയ പണം സ്വരൂപിച്ചു വെച്ചിട്ടുണ്ടെന്നേ. മോട്ടുവിന്റെ അധ്വാനം. ഓഹോ, കൊടുക്കന്നറിയ. ഓക്കെ 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 ഓക്കെ, ശരി, കഴിച്ചോളൂ. അല്ല, അപ്പോഴേ എനിക്ക് ഇപ്പഴാ ഒരു കാര്യം ഓർമ്മ വന്നത്. ഉടനെ വീട്ടിൽ ചെന്നിട്ട് അമ്മേനെ ഒന്ന് കാണേണ്ടതുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് ഇത് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോളൂ. എന്നിട്ട് വേണമെങ്കിൽ നാളെ കാശ് ഉണ്ടാക്കാനായിട്ട്. ഇത് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് മുഴുവൻ ഇരുന്ന് കഴിക്കും. അയ്യോ, ഞാൻ ഇതെന്ത് ചെയ്യാനാ? സ്കൂള് ബാഗ് പുസ്തകവും വാങ്ങാൻ അമ്മ തന്ന കാശ് മൊത്തം തീർന്നില്ലേ? അയ്യോ, ഇനി എന്ത് ചെയ്യും? അമ്മോട് പണം ചോദിച്ചാ കാശ് എടുത്ത് തരാനാ? കൂട്ടുകാരൊക്കെ പുതിയ കൊട, ബാഗ്, പുസ്തകം ഒക്കെ കൊണ്ടുവരുമ്പോ ഞാനെന്ത് പറയാനാ? അയ്യോ, എവിടുന്നാ എനിക്കിപ്പോ കുറച്ച് പണം കിട്ടുക? ഇന്ന് പോയിട്ട് ഞാൻ എന്റെ പണം ഒരു കുടുക്കകത്ത് ഇട്ട് വെച്ചിരിക്കുക. നമ്മുടെ മോട്ടു ഒരു കുടുക്ക നിറയെ പണം സ്വരൂപിച്ചു വെച്ചിട്ടുണ്ടെന്നേ. മോട്ടുവിന്റെ അധ്വാനം. ഐഡിയ പണം കണ്ടെത്തുള്ള വഴി കിട്ടിയല്ലോ. മോട്ടു 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 മാർക്കറ്റിൽ പോയിരിക്കാണല്ലോ. ആരാ? അമ്മേ, ഞാനാണ് പപ്പീസ്. ഓ, പപ്പീസ് ആയിരുന്നോ? കേറിയിരിക്കും മോനെ, ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ വരാം. ശരി അമ്മേ, ഞാനിവിടെ പുറത്ത് നിൽക്കാം. ഇത് തന്നെ പറ്റിയ അവസരം.
അപ്പോ ഇന്ന് മാർക്കറ്റിൽ നല്ല തിരക്കായിരുന്നല്ലേ? ഒന്നും പറയണ്ട സാറേ, ഭയങ്കര തിരക്കായിരുന്നു. സ്കൂള് തുറക്കണ സമയമായില്ലേ, അതുകൊണ്ടാ ഇത്ര തിരക്ക്. ഒട്ടും സാധനങ്ങളൊക്കെ വാങ്ങി? ഇല്ല സാറേ, അടുത്ത ദിവസം പോയി വാങ്ങണം. പണമൊക്കെ റെഡി ആയിട്ടുണ്ടോ മോട്ടു? സാറേ, കഴിഞ്ഞ കുറച്ച് കാലത്തെ സമ്പാദ്യം, പിന്നെ വെക്കേഷന് ഞാൻ പണിയെടുത്തുണ്ടാക്കിയ കുറച്ച് കാശ്, അതൊക്കെ ഒരു കുടുക്കയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. സമ്പാദ്യശീലം നല്ലതാ. അനാവശ്യമായ പണം ചെലവാക്കാതെ സ്വരുക്കൂട്ടി വെച്ച് എന്തെങ്കിലും ഉപകാരപ്രദമായ കാര്യം ചെയ്യുക. ആ പണം ഉള്ളത് കൊണ്ട് ഇപ്രാവശ്യം സ്കൂളിലേക്ക് ബുക്കും ബാഗും ഒക്കെ വാങ്ങാൻ വീട്ടുകാരെ ആശ്രയിക്കണ്ട. മോട്ടുവിനെ പോലെയുള്ള കുട്ടികളെ നമുക്ക് ആവശ്യം. നിന്റെ പണം വീണ് പോയി, എടുത്തിട്ട് പോ. എന്റെ കൊടുക്ക, ഇത് എന്റെ കൊടുക്ക സാറേ, ഇത് എന്റെ കൊടുക്ക. എന്താണിത് സാറേ? ഞാൻ സ്വരൂപിച്ചു വെച്ച പണമായത്, എന്റെ അധ്വാനത്തിന്റെ ഫലമായത്, എന്റെ വീർപ്പിന്റെ ഫലം. അപ്പോ വെറുതെ അല്ല പപ്പീസിന്റെ ഓട്ടവും കള്ളലക്ഷണവും. എന്റെ ദൈവമേ, എന്റെ പണം തിരിച്ചു കിട്ടിയല്ലോ. മോട്ടു, അധ്വാനിച്ച് നേടിയ പണം ഒരിക്കലും നഷ്ടപ്പെടില്ല. മോട്ടുവിന്റെ പണത്തിന് സത്യമുണ്ട്, അതുകൊണ്ടാ തിരിച്ചു കിട്ടിയത്. ആ പപ്പീസ് സ്വന്തം പണം അനാവശ്യമായി ചെലവഴിച്ചു, പിന്നെ ആവശ്യത്തിന് പണം കണ്ടെത്താൻ മറ്റുള്ളവരുടെ മുതൽ മോഷ്ടിച്ചു. ഈ രണ്ടു കാര്യങ്ങളും ചെയ്തത് ദൈവഹിതമല്ല. നല്ലത് ചെയ്ത് ദൈവഹിതത്തിൽ ജീവിക്കുന്നവർക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. പച്ചപ്പിന്റെ മനോഹാരിതയിൽ നിന്നും വചന വിഭവങ്ങളുമായി നമ്മെ കാത്തിരിക്കുന്നു ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ, ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ടിങ്കു, എന്താ അങ്കിൾ? എന്തോ നീ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞല്ലോ, എന്താ അത്? അങ്കിൾ, എനിക്ക് ഒരാഗ്രഹമുണ്ട്. എന്താഗ്രഹം? എനിക്ക് അങ്കിൾ വാങ്ങി തന്നോടക്കല്ലേ? നിനക്കൊരു ഉടുപ്പ് വാങ്ങി തന്നായിരുന്നു. ഞാൻ എന്റെ കൂട്ടുകാരനെ കൊടുക്കട്ടെ. നീ അത്രയും ഇഷ്ടപ്പെട്ടല്ലേ ആ ഉടുപ്പ് വാങ്ങിയത്, പിന്നെ എന്തിനാ അത് കൂട്ടുകാരന് കൊടുക്കുന്നേ? അതെ അങ്കിൾ, എനിക്കിഷ്ടമാണ്. എന്നാലും എന്റെ കൂട്ടുകാരന് കൊടുക്കണം. അതെന്തിനാ കൊടുക്കുന്നേ? അങ്കിൾ, അവന് നല്ല ഉടുക്കില്ല. ഓ, അവന് നല്ല ഉടുപ്പില്ലാത്തതുകൊണ്ടാണോ? അതെ അങ്കിൾ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ വേറൊരു ഉടുപ്പ് മേടിച്ചു കൊടുത്താലോ? അല്ല അങ്കിൾ, എന്റെ ഞാൻ കൊടുത്തോളാം. എടാ ടിങ്കു, നീ എത്രയോ ആഗ്രഹിച്ച് എന്നോട് എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടാണ് ആ ഉടുപ്പ് വാങ്ങിയത്. പിന്നീട് എന്താ നിനക്ക് അത് ഇഷ്ടമില്ലേ? എനിക്ക് ഇഷ്ടം. പിന്നെ അതെന്താ? അങ്കിൾ, എനിക്ക് ഇഷ്ടപ്പെടുന്നത് വേണം എന്റെ കൂട്ടുകാരനും കൊടുക്കാൻ. ഓ, അത് ശരി. ടിങ്കു പറഞ്ഞത് നല്ലൊരു കാര്യമല്ലേ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് നാം കൊടുക്കേണ്ടത്. നമുക്ക് ആവശ്യമില്ലാത്തതല്ല, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. അങ്ങളൊരു കഥ കേട്ടിട്ടുണ്ട്. എന്താ അങ്കിൾ? ഒരു സ്ഥലത്ത് ഒരു പിതാവും മകനും ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി അങ്കിൾ? ഈ പിതാവും മകനും ഒരുപാട് നേരം കളിച്ചിരിക്കും. ഈ പിതാവ് മകന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഈ മകൻ പിതാവിൻ്റെ ജോലി കാര്യങ്ങളിൽ സഹായിക്കുകയും ചെയ്യുമായിരുന്നു. എന്നിട്ട് എന്തുണ്ടായി അങ്കിൾ? ഈ പിതാവിൻ്റെ ജോലി എന്താണെന്ന് അറിയാമോ? എന്താ അങ്കിൾ? പിതാവിന് അന്നത്തെ കാലത്ത് ഒരു പാലം ശരിയാക്കുന്ന ജോലിയാണ് തനിക്കുള്ളത്. അതായത് ഒരേ സമയം ട്രെയിൻ കടന്നു പോകുന്നതും അതുപോലെ പാലം പൊന്തിക്കുമ്പോൾ ചെറിയ കപ്പലുകൾ കടന്നു പോകുന്നതുമായ ഒരു പാലമാണ് ഇദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു മെക്കാനിക്കൽ സൈഡാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഈ മകൻ ഇതെല്ലാം കാണാറുണ്ട്, അപ്പനെ സഹായിക്കാറുണ്ട്. ഒരു സമയത്ത് ഈ മകൻ എന്ത് ചെയ്യുന്നറിയാമോ? പിതാവിൻ്റെ അടുക്കൽ പോയി ആ പിതാവിൽ നിന്ന് വലിയ കാര്യങ്ങളൊക്കെ പഠിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ അവർ നല്ല കൂട്ടായിരുന്നു. നമ്മൾ പോലെ തന്നെ. ഒരു ദിവസം എന്തുണ്ടായെന്നറിയാമോ? ഈ പിതാവ് ജോലിയിൽ ഏർപ്പെടുന്ന സമയത്ത് മകൻ പിതാവിനെ കാണുവാനായിട്ട് വന്നു. അപ്പം അപ്പൻ ചെയ്യുന്ന പല കാര്യങ്ങളും ഈ മകനും കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് മകൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പിതാവ് ഒരു കപ്പൽ പോകാനായിട്ട് ആ ബ്രിഡ്ജ് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. മകൻ നോക്കിയപ്പോൾ എതിർ സൈഡിൽ ട്രെയിനും വരുന്നു. ഈ പിതാവ് ഇത് കണ്ടില്ലെന്ന് വിചാരിച്ച് ഈ മകൻ പിതാവിനെ സഹായിക്കുവാനായിട്ട് വേഗം അതിൻ്റെ എൻജിൻ റൂമിലേക്ക് ഓടിച്ചെന്നു.
പിതാവ് ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു, തനിക്ക് ഇൻഫർമേഷനൊക്കെ കിട്ടിയിരുന്നു, ആ സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷേ മകനെ നോക്കിയപ്പോൾ മകനെ കാണാനില്ല. മകൻ ഓടി എൻജിൻ റൂമിലേക്ക് പോകുന്നു കണ്ടു. പക്ഷേ എൻജിൻ റൂമിൽ സംഭവിച്ചത് എന്താണെന്നറിയാമോ? തൻ്റെ മകൻ കാൽ വഴുതി ആ എൻജിൻ റൂമിൻ്റെ എൻജിൻ്റെ ഉള്ളിലേക്ക് താൻ വീണു. പിതാവ് ഒരു നിമിഷം ചിന്തിച്ചു. എന്താണ് ചിന്തിച്ചത്? ആ പാലം താഴ്ത്തിയാൽ തൻ്റെ മകൻ അതിൽ കിടന്ന് പിടഞ്ഞു മരിക്കും. പക്ഷേ പാലം താഴ്ത്തിയെങ്കിൽ മാത്രമേ ട്രെയിനിലുള്ള ആളുകൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നിട്ട് എന്തുണ്ടായി? ഈ ട്രെയിനിലാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്, വിഷമാനുഭവിക്കുന്ന ആളുകളുണ്ട്, കഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരെല്ലാ മുഖം ഈ പിതാവിൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. തൻ്റെ മകനെ രക്ഷിക്കാനായിട്ട് പാലം താഴ്ത്തിയില്ലെങ്കിൽ ആ ട്രെയിനിലുള്ള ആളുകളെല്ലാം വലിയ അപകടത്തിൽപ്പെട്ട് മരിച്ചു പോകും. ഉടനെ താൻ എന്ത് ചെയ്തെന്നറിയാമോ? എന്താണ് ചെയ്തത്? ആ മകനെ സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ മറ്റുള്ളവരെ രക്ഷിക്കുവാനായിട്ട് ആ മകൻ്റെ ജീവൻ ഓർക്കാതെ ആ പാലം താൻ താഴ്ത്തി. ആ മകൻ അതിൻ്റെ ഉള്ളിൽപ്പെട്ട് മരിച്ചുപോയി. പക്ഷേ ആ ട്രെയിനിൻ്റെ ഉള്ളിലുള്ള എല്ലാ ആളുകളെയും തനിക്ക് രക്ഷിക്കുവാനായിട്ട് സാധിച്ചു. വളരെ സങ്കടമായല്ലേ? വളരെ സങ്കടമായി. പക്ഷേ തൻ്റെ മകനെ താൻ യാഗം കഴിച്ച് അത്രയും ആളുകളെ തനിക്ക് രക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതുപോലെയാണ് വലിയവനായിരിക്കുന്ന ദൈവവും ചെയ്തത്. നമ്മളെല്ലാം ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. നമ്മളെ രക്ഷിക്കുവാനായിട്ട് യേശു കർത്താവിനെ, സ്വന്തം പുത്രനെ താൻ ലോകത്തിലേക്ക് അയച്ചു. മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി യേശു കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. എന്നാൽ മരണത്തെ തോൽപ്പിച്ച് അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഈ പിതാവിൻ്റെ സ്നേഹം എത്രയോ വലുതാണ്. പ്രിയ കൂട്ടുകാരെ, നമ്മളെല്ലാം ഈ ദൈവം സ്നേഹിക്കുന്നുണ്ട്. പാപത്തിൽ നാം മുമ്പോട്ട് പോകാനല്ല, ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എങ്ങനെയുണ്ട് ഇന്നത്തെ എപ്പിസോഡ്? ചിരി, ചിന്ത എല്ലാം അറിയണം. എഴുതാൻ മറക്കല്ലേ. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. പുതിയ അനുഭവ കാഴ്ചകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ.